പൊന്നുരുളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രോക്കലി കൊണ്ട് നല്ല രസ്യൻ ബ്രോക്കലി കട്ട്ലറ്റ്സ് എങ്ങനെ തയ്യാറാക്കാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ കാണും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. കട്ട്ലറ്റിനായി ഒരു ബ്രോക്കലി മുഴുവൻ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ബ്രോക്കലി നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം പൂ പോലെയുള്ള ബ്രോക്കലി തലപ്പുകൾ മുറിച്ചു മാറ്റുന്നു. അത് വീണ്ടും ഒന്ന് ഉലച്ച ശേഷം ഉപ്പ് ചേർത്ത വെള്ളത്തിലിട്ട് നന്നായി വേവിക്കുന്നു. 2 സവാള, കുറച്ച് ഇഞ്ചി, പച്ചമുളക് എന്നിവ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു മാറ്റുന്നു. 4 ബ്രെഡ് സ്ലൈസസ് ഒട്ടും നനവില്ലാത്ത മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ച് ബ്രെഡ് ക്രംസും തയ്യാറാക്കി. ഫ്രൈയിങ് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായ ശേഷം 1/2 ടീസ്പൂൺ പെരുംജീരകം ചതച്ചത് പൊട്ടിച്ചെടുക്കുന്നു. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക് എന്നിവ അതിലേക്ക് ചേർത്ത് ഒരല്പം ഉപ്പും ചേർത്ത് നല്ലപോലെ ഇളക്കി വഴറ്റുന്നു. കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി സവാള ഒന്ന് സോഫ്റ്റ് ആയ ശേഷം മറ്റു പൊടികളും ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 മുതൽ 2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവയാണ് ചേർക്കുന്നത്. പൊടികൾ ചേർത്ത് നന്നായി ഇളക്കി കുറച്ച് സമയം കൂടി വഴറ്റുന്നു. അതിനുശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രോക്കലി ചേർത്ത് വീണ്ടും ഇളക്കി യോജിപ്പിക്കുന്നു. ബ്രോക്കലി വേവിച്ചപ്പോഴും സവാള വഴറ്റുമ്പോഴും ഉപ്പ് ചേർത്തതാണ്. ഉപ്പ് ഒന്നുകൂടി പരിശോധിച്ച ശേഷം മാത്രം ആവശ്യമെങ്കിൽ ഇനി ചേർക്കാം. അതേപോലെ തന്നെ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ഒക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടാനുസരണം ക്രമീകരിക്കാം. ഇങ്ങനെ ബ്രോക്കലി ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയ ശേഷം അതിലേക്ക് 1 ഉരുളൻകിഴങ്ങ് നന്നായി വേവിച്ച് ഉടച്ചതും 1 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം കൂടി അടുപ്പിൽ വെച്ച് വഴറ്റുന്നു. ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ആവുകയേ വേണ്ടൂ. ഉടൻ തന്നെ തീ ഓഫാക്കാം. ഒരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചൂടൊന്ന് കുറഞ്ഞ ശേഷം ഇതിൽ നിന്ന് ഓരോ ഉരുളകളെടുത്ത് ഇഷ്ടമുള്ള ആകൃതിയിൽ കട്ട്ലറ്റ് ഷേപ്പ് ചെയ്തെടുക്കാം. ഒരു ബ്രോക്കലി ഉപയോഗിച്ച് വീഡിയോയിൽ കാണുന്ന ഈ വലുപ്പത്തിലും ഷേപ്പിലുമുള്ള 9 കട്ട്ലറ്റുകൾ ഞാൻ തയ്യാറാക്കി. കട്ട്ലറ്റിൻ്റെ കോട്ടിങ്ങിനായി മുട്ടയോ മൈദയോ ഉപയോഗിക്കാം. മുട്ടയ്ക്ക് പകരം ഞാൻ മൈദയാണിന്ന് ഉപയോഗിക്കുന്നത്. കുറച്ച് മൈദ എടുത്ത് അല്പം വെള്ളവും ഒഴിച്ച് കലക്കിയ ശേഷം കട്ടിയുള്ള നല്ലൊരു മാവ് തയ്യാറാക്കുന്നു. അതിലേക്ക് കട്ട്ലറ്റുകൾ ഓരോന്നായി മുക്കി ബ്രെഡ് ക്രംസിലും നന്നായി കോട്ട് ചെയ്ത് ഇതേപോലെ 10 മിനിറ്റ് മാറ്റിവെക്കുന്നു. ഇങ്ങനെ കോട്ട് ചെയ്ത കട്ട്ലറ്റ്സ് ഒരു പാത്രത്തിലിട്ട് അടച്ച് ഫ്രീസറിൽ സൂക്ഷിച്ച് ആവശ്യമുള്ളപ്പോൾ വറക്കാം. ഇവിടെ എല്ലാ കട്ട്ലറ്റുകളും ഇപ്പോൾ തന്നെ ഞാൻ വറക്കുകയാണ്. കട്ട്ലറ്റിൻ്റെ പകുതിയിൽ കൂടുതൽ ഭാഗം മുങ്ങിക്കിടക്കാൻ പാകത്തിന് എണ്ണ വറക്കുന്ന പാത്രത്തിലൊഴിച്ച് നല്ലപോലെ ചൂടായ ശേഷം കട്ട്ലറ്റുകൾ ഓരോന്നും അതിലിട്ട് ഇരുവശവും നല്ലപോലെ ബ്രൗൺ കളറാകുന്നത് വരെ വറുക്കുക. മീഡിയത്തിൽ അല്ലെങ്കിൽ ഒരല്പം കൂടുതൽ ഫ്ലെയിമിലാണ് ഇത് മുഴുവൻ ഞാൻ വറുക്കുന്നത്. ഇരുവശങ്ങളും നല്ലപോലെ ബ്രൗൺ ആവണം, പക്ഷെ കരിയാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ 9 കട്ട്ലറ്റുകളും പല ബാച്ചുകളായി ഞാൻ വറുത്തു. തിക്കായ ബ്രോക്കലി ഫില്ലിങ്ങും നല്ല ബ്രൗൺ കളറിൽ ക്രിസ്പി ആൻഡ് ക്രഞ്ചിയായ കോട്ടിങ്ങുമുള്ള അടിപൊളി ബ്രോക്കലി കട്ട്ലറ്റ്സ് തയ്യാർ. നല്ല സോസിനോടൊപ്പം ചൂട് കട്ട്ലറ്റ് മുക്കി ഒന്ന് കഴിച്ചു നോക്കൂ. ഒട്ടും വൈകാതെ ഈ കട്ട്ലറ്റ് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കൂ. അതേപോലെ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മടിക്കരുത്. നല്ലൊരു വീഡിയോയുമായി ഉടനെ കാണാം. ബൈ ബൈ.